സാമ്പത്തികം തോറ്റു, കണ്ണാപ്പി ജയിച്ചു, പിന്നെ ബസ് കണ്ടക്ടർ ജയിച്ചു എന്നൊക്കെയാണല്ലോ ഇപ്പം പറച്ചിൽ. കേരളത്തിലൊരു പ്രമുഖ വ്ളോഗറുടെ ഭാര്യ ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് വ്ളോഗേഴ്സിനൊരു ചാകരയാണ്, പ്രത്യേകിച്ച് അരിയണ്ണന്. ഈ അരിയണ്ണം വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? ഞാനും ഈ ഒളിച്ചോടിപ്പോയിട്ടുള്ള സ്ത്രീയുടെ ഹസ്ബൻഡുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ്. അവൻ എന്നെ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുമുണ്ട്. ഇന്നൊരു ന്യൂസ് കേട്ട സമയത്ത് ഞാൻ അവനെ രാവിലെ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവൻ പറഞ്ഞു പോയത് പോട്ടേന്ന്. ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാറിൽ കയറി ഇരുന്ന് AC ഇട്ടിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ തമ്പനയിലാക്കി വെച്ചിട്ട് ഞാനൊരു വീഡിയോ അങ്ങോട്ട് കാച്ചി. ഇതുപോലെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ 100 വർഷം പുണ്യം ചെയ്താലും കിട്ടുമോ? ഇല്ല. അതാണ് നമ്മുടെ അരിയണ്ണൻ. ഫ്രണ്ടും ബാക്കും ഒക്കെ കാറിൻ്റെ പുറത്ത്, കാറിൻ്റെ ഉള്ളിൽ കയറിയാൽ എനിക്ക് എല്ലാവരും കണക്കാണ്. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന 2 വ്യക്തികളാണ്. നീ വിളിക്കുന്നത് എന്തിനാടാ ആകെ? നീ വിളിക്കുന്നത് ഇതുപോലെ ഓരോ ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, ആരെങ്കിലും അടിയിലാകുന്ന സമയത്ത് അവരെ വിളിച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയും. അപ്പോൾ അവരെന്ത് ചെയ്യും? തൊലിക്കെട്ട കൊണ്ടുപോയിട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കമത്തും. അത് അരമണിക്കൂർ ഫോൺ സംഭാഷണമാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വീഡിയോ, 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വീഡിയോ. അത് നേരെ ഇങ്ങോട്ട് പറിച്ച് നടും. അതാണ് ഇവൻ ചെയ്യുന്നത്. അതിനാണ് ഇവൻ ആളുകളെ വിളിക്കാറുള്ളത്. അല്ലാതെ ഒരുത്തന്നെ ഇവൻ വിളിക്കൂല. ഒന്നാമത് ഇവൻ ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല. എന്നെ ജീവിതത്തിൽ ആകെ ഒരൊറ്റ വട്ടം ഇവൻ വിളിച്ചിട്ടുള്ളൂ. പല വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തുനിന്നും. ഇവൻ ആകെ എന്നെ വിളിച്ചിട്ടുള്ളത് ഒരൊറ്റ വട്ട. അന്നാണെങ്കിൽ അരമണിക്കൂർ സംസാരിച്ചിട്ടുമുണ്ട്. എന്നെ മാക്സിമം ഉരുട്ടി മറച്ചിടാൻ നോക്കി. എന്തില്? ഇവരുടെ ഒരു തൊലിഞ്ഞ സംഘടന ഉണ്ട്, കിക്ക്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. ഇവൻ അതിൻ്റെ സെക്രട്ടറിയും കരിപ്പൂടി അതിൻ്റെ പ്രസിഡൻറ്റും അങ്ങനെ എന്തോ ആണ്. ഒരുത്തൻ കള്ളനും മറ്റവന് അതിന് കൂട്ടിക്കുന്ന ആളും. പിന്നെ വിവരമുള്ള ആരാ ഇതിൽ പോയി കയറുക? എന്നിട്ട് ഇതിൽ എന്തെങ്കിലും പ്രശ്നമാകുന്ന സമയത്ത് ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിച്ച് മറ്റവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കുറേ ആളുടെ അവരിട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെയും കിടന്ന് അപമാനിക്കും. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടന, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ, അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവൻ എന്നെ വിളിച്ച് വളച്ച് ഓടിച്ച് സംസാരിച്ച് നോക്കി. ഞാൻ ഇപ്പോൾ വീഴും. എനിക്ക് ഒന്നാമതേ ഈ യൂട്യൂബേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ ഉണ്ടാവും, കറക്റ്റ് ഇതുപോലെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ? സുഹൃത്താണ് പോലും. സുഹൃത്ത് ഇവിടെ വന്നിട്ട് കൊണക്കുന്നതാ. കാറിൽ കയറി ഇരുന്നിട്ട് സ്വന്തം സുഹൃത്തിന് ഒരു പ്രശ്നം വന്ന സമയത്ത് അവനെ വെച്ചിട്ട് അരി വാങ്ങുക. അതാ ചെയ്യുക. എനിക്കാകെ വിരളിലെണ്ണാവുന്ന ക്രിയേറ്റേഴ്സുമായിട്ട് മാത്രമേ കണക്ഷനുള്ളൂ. ഒരു ഗ്രൂപ്പ് പോലുമില്ല. ഇവർ 1000 ആൾ 500 ആളൊക്കെ ഉള്ള യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേരളത്തിൽ, ഒരുപാടുണ്ട്. യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ പോലും ഞാനില്ല. കാരണം നാളെ നമ്മളെ ഇതുപോലെ എടുത്തിട്ട് അലക്കും. ഒരൊറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റൂല. നാളെ ഇവന്മാർ ചാൻസ് കിട്ടിയാൽ എടുത്തിട്ട് കൊടയും ഇവർ. ഉറപ്പാ. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ തന്നെ പലരും എടുത്ത് കുടയുന്നു. അപ്പോൾ ഇവനൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാ അപരാധം അറിയണ്ട ഈ കാണിച്ചു വെച്ചേക്കുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുടുംബശ്രീ ഇതിനേക്കാളും ബെറ്റർ ആണല്ലോ. അവിഹിതം ചർച്ച ചെയ്യുക, ഒളിച്ചോട്ടം ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനലൊക്കെ ഉണ്ടാക്കി കാറിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കഥാപ്രസംഗം പറയുക. കുടുംബശ്രീ ഇത് സപ്പോർട്ട് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുപോലുള്ള എരിവും പുളിയുള്ള സാധനങ്ങൾക്കാണ് ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത്. കറക്റ്റ് നമ്മൾ പറയാറില്ലേ ഈ കുടുംബശ്രീയിലൊക്കെ നടക്കുന്ന പരിപാടി, അത് കറക്റ്റ് ഓൺലൈൻ സാധനം. അതാണ് ഇവൻ അതിൻ്റെ ഏജൻറ്റ്, കുടുംബശ്രീ ഏജൻറ്റ്. ഇപ്പോൾ കല്യാണമായപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്തിന്? ഇതെപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഭഗവാനെ എന്നുള്ള ഒരു ടെൻഷനിലല്ലേ നിനക്ക് ഷോക്കിംഗ് വന്നത്? അല്ലാതെ നിനക്ക് എന്നാ തൊലിക്കാനാ ഷോക്കിങ്? ഒന്ന് പോയടാ പോ. ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ
എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. കാരണം കമൻറ്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിൻ്റെ വിഷയം സംസാരിക്കുക ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. ഐ ഹാവ് ടു ഡു ദിസ്. ബട്ട് നീ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യുമോ, സ്ഥലം മാറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? എനിക്കത് ചെയ്യേണ്ടി വരും. എനിക്കത് ചെയ്തേ പറ്റൂ. എന്നോട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നു കമൻറ്റ് ബോക്സിലായിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ, എന്ത് വീഡിയോ ചെയ്യാത്തേ ചെയ്. എടാ കുറച്ച് ഉളുപ്പ്. നീ നിൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിനെ ഞാൻ വിളിച്ച് സംസാരിച്ചതാണ്, എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് തൊലിച്ചിരിക്കുന്നു. ഉളുപ്പുണ്ടോ നിനക്ക്? അല്ലെങ്കിൽ പുട്ടിന് തേങ്ങിടുന്ന പോലെ ദിവസം 3-4 പെണ്ണ് കേസുകൾ, അവിഹിത കേസുകൾ, ഒളിച്ചോടിയ കേസുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ 1 മണിക്കൂറൊക്കെ ചർച്ച ചെയ്യാറില്ലേ നീ? ഇല്ലേ ഗൈസ്? ഇത് മറ്റുള്ള വിഷയങ്ങൾ പോലെയല്ല. ഈ അടുത്ത് MDMA എന്ന മാരക മയക്കുമരുന്നുമായിട്ട് ടീച്ചർമാരെ വരെ പിടിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ച വന്നിട്ടുണ്ട്. അതുപോലെയാണോ ഇത്? ഇതുപോലെ പല പല കേസുകളും, ഈ ലഹരി പിടിക്കുന്നത്, പിന്നെ പീഡന കേസുകൾ, അങ്ങനെയുള്ള ഒരുപാട് മോഷണ കേസുകൾ, അങ്ങനെ പല പല സാധനങ്ങൾ വരാറുണ്ട്. എക്സ്പോസ് ചെയ്തോ കുഴപ്പമില്ല. അതിലൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് നന്നാവാൻ കഴിയുമെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് അവിടെ നാണക്കേട് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നന്നാകാനുള്ളൊരു മനസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഇതോ, ആ പയ്യൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൂടെയുള്ള എല്ലാവരും ആ ഒരു സമയം തൻ്റെ ഭാര്യ ഒളിച്ചോടിയിട്ടുള്ള സമയം മുതലെടുത്തിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും പണ്ട് മുതലേ ഉള്ള റീൽസുകൾ, അവർ കപ്പിളായിട്ടുള്ള റീൽസുകളൊക്കെ എടുത്തിട്ട് വീഡിയോസിൽ ആഡ് ചെയ്തിട്ട് മാനസികമായിട്ട് തളർത്തി കളഞ്ഞ്. എൻ്റെ സുഹൃത്താണ്, പക്ഷെ ഞാൻ കാറിൽ കയറിയാൽ സീനാണ്. അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്കാർക്ക്. അതായത് ഒരാളുടെ ലൈഫിന് തകർന്നു പോയപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്. ഞാൻ ആലോചിക്കുന്നത്, ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ചാൽ എന്തായിരിക്കുമെന്ന്? ഞാൻ പറയുന്നു, കേരളത്തിൽ ഈ പ്രമുഖ വ്ളോഗറുടെ ഭാര്യ ഒളിച്ചോടിയപ്പം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടായത് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന സായി കൃഷ്ണക്കാണ്. 100%. കാരണം ഒരു മാസത്തേക്കല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറേ കാലത്തേക്ക് അരി വാങ്ങാനുള്ളത് ആ ഒരൊറ്റ വീഡിയോ ഒന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അവൻ്റെ മുഖം കണ്ടറിയാം. എന്നിട്ട് ഇവന് ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഇട്ടിട്ട് എന്തായിരിക്കും അവസ്ഥ, സ്വന്തം വീട്ടിലുള്ള ആളുകൾ പോയാൽ എന്തായിരിക്കും അവസ്ഥ, അത് ആദ്യം നീ ചിന്തിക്കണം. ഇവൻ കാരണം എത്ര ആളുകൾ ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. ഇവൻ വീഡിയോ ഫോട്ടോ മൊത്തം യൂസ് ചെയ്തിട്ട്, പേരടക്കം യൂസ് ചെയ്തിട്ടാണ് ഇവൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതും ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോകുന്നത് ഇവൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അവിടെ വന്നിരുന്ന് പറയാം, ഹോ ഇതുകൊണ്ടൊക്കെ നാട്ടുകാർക്ക് എന്തൊക്കെ ഹാപ്പിനെസ്സാണ് കിട്ടുന്നതെന്ന്. എടാ, നീ കുണയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചോ, ഒരു കുഴപ്പമില്ല. എന്തിനാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് കുണയ്ക്കുന്നേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ആൾ ഏജൻറ്റ് സായി കൃഷ്ണ. എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ തലയിലിട്ടിട്ട്, ഹോ കണ്ടില്ലേ അവരുടെയൊക്കെ മെൻറ്റാലിറ്റി കണ്ടില്ലേ, എന്തൊക്കെയാ, എന്താ മോനെ ഇത്, ആ സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്യുമോ? എടാ, ലേശ ഉളുപ്പ്. അവരോട് സംസാരിച്ച സമയത്ത് ഓക്കെ, ബട്ട് ഉണ്ടാവില്ല, ഒരു മനുഷ്യനുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല. CCTV ഫുട്ടേജ് അതിനിടയിൽ ആരൊക്കെ എടുത്ത് പുറത്തിടുന്നു. അതെടുത്തിട്ട് യൂട്യൂബിൻ്റെ ഒരു കോർണറിൽ വെച്ചിട്ട് ഒരു കാറിൽ കയറി ഇരുന്നിട്ട് കുണയ്ക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. CCTV ഫുട്ടേജ് ആരോ എടുത്ത് പുറത്തെടുത്തു. അപ്പം നീ ചെയ്തെന്താ? അതൊരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരുത്തൻ്റെ പേഴ്സണൽ ലൈഫ് മൊത്തം 20 മിനിറ്റ് കുത്തിയിരുന്ന് കുണച്ചിട്ട് അവൻ പറയാം ആരോ ചെയ്യുന്നു എന്ന്. എന്താടാ, ഇതിന് നല്ല തിന്നാൻ പോയിക്കൂടെ? അതല്ലേ നിനക്ക് നല്ലത്? ഞാൻ ഭയങ്കരമായിട്ട് അഖിലിനോടുള്ള റെസ്പെക്ട് എനിക്ക് വരെ കൂടുതലാണ്. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവനെ ഇവിടെ കുഴപ്പമില്ല, വീട് സീനൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ അറിയാമല്ലോ, ഇറ്റ് കംസ് ഇറ്റ് ഗോസ്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യും, ബട്ട് യു ഹാവ് ടു ബി, എന്താ പറയുക, നീ സ്ട്രോങ് ആയിട്ടിരിക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എങ്ങനെ സാധിക്കുന്നടാ? അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനാണെങ്കിലും ഒരു വീഡിയോ ചെയ്യുമെന്ന്. അതൊക്കെ വിടുന്ന്. എൻ്റെ ഏജൻറ്റ്, നിങ്ങളെനിക്ക് മനസ്സിലാവുന്നില്ല.
ഒരാളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ദ്രോഹിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴേ മനസ്സിലായത്. ഒരാളെ വിളിച്ചിട്ട് അയാളുടെ ഭാര്യ ഒളിച്ചോടിയിട്ട് അയാളെ വിളിച്ചിട്ട് എടാ സാരല്ലടാ പോട്ടടാ കുഴപ്പമില്ലടാ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടോ അതൊന്ന് കാണണേ. എങ്ങനെ സാധിക്കുന്ന ഏജൻ്റ് ഇതൊക്കെ? എങ്ങനെ സാധിക്കുന്നു? ഈ അരിയണ്ണൻ കാരണം ഇവൻ്റെ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ അപരാധം പടച്ച് വിടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പോവാൻ കാരണം അവനാണ്, അവൾ രംഗത്ത്, വീഡിയോ പുറത്ത്. ഏത് വീഡിയോ പുറത്ത്? എന്ത് വീഡിയോ പുറത്ത്? പോലീസ് സ്റ്റേഷൻ നടന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, കരഞ്ഞുകൊണ്ട് അമ്മ, ഒളിച്ചോടിയത് ഒരു പെണ്ണ് പിടിയൻ്റെ കൂടെ, ജീവിക്കാൻ വകയില്ല, മറ്റൊരു സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയത്. നിന്നോട് പറഞ്ഞോ അത്? നീയൊക്കെ ഏതടാ മരഭൂതമേ? ഓരോരുത്തന്മാരുടെ ലൈഫ് വെച്ചിട്ട് ഊമ്പിച്ചിങ്ങനെ നക്കി ജീവിക്കുന്നു. എന്ത് സുഖം ഇതിൽ നിന്ന് കിട്ടുന്നത്? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്? പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രശ്നം വരുന്നത്. അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതൊന്നും. ഈ വ്ളോഗറുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ എല്ലാവരും പറയുക അവന് വേറെ പെണ്ണുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്, സാമ്പത്തികം തോറ്റു, കണ്ണാപ്പി ജയിച്ചു, ബസ് കണ്ടക്ടർ ജയിച്ചു, ബസ് ഡ്രൈവർ ജയിച്ചു, അവൻ്റെ അടുത്ത് വലിയ വലിയ കാറുകളുണ്ട്, ഒരുപാട് പൈസയുണ്ട്, എന്നിട്ടും അവൾ പോവണമെന്നുണ്ടെങ്കിൽ എന്തോ കാരണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉരുട്ടുക. എടാ, ഇതൊന്നും പൈസൻ്റെ മുകളിലുള്ളതൊന്നുമല്ല. ഇതിനൊക്കെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. അവരായി അവരുടെ പാടായി. ഇവിടെ ഒരുപാട് ആളുകൾ, ദിവസം തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒളിച്ചോടി പോകുന്നു. നമ്മളത് അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രമുഖ വ്ളോഗറാണ്, അവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ഇവൻസുകൾ, A to Z വീഡിയോസുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. അപ്പം അവരുടെ ലൈഫിലുണ്ടാകുന്ന അത് ആരാൻ്റെ തള്ളക്ക് പ്രാന്തായ കാണുന്നല്ല ചേലുന്നില്ലേ ആ ഒരു സാധനം. അത് ഈ ആരാൻ്റെ തള്ളനെ കുറേ ആളുകൾ അറിയുന്നതാണെങ്കിലോ അപ്പം ഇവിടെ ആളുകൾ കാണാനും കൂടും. നാട്ടും പുറത്തൊക്കെ നടക്കുന്ന ചില്ലി കേസുകൾ വരെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒരു ഫെയിമും ഇല്ലാത്ത കേസുകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വൈറലാവുമ്പോൾ ആ വൈറലായ വീഡിയോക്ക് ഇങ്ങനെ എക്സ്പ്ലനേഷനുമായിട്ട് ഇങ്ങനെ കാറിൽ ഇരുന്നിട്ടൊക്കെ കുറേ എണ്ണം ഇങ്ങനെ കുണച്ച് വരുന്നത് കാണാം. ആരാ നോക്കി ആരോ ഒളിച്ചോടി പോയത്, ഏതോ തീട്ട കേസ്. എന്തിനാ ഇവർ ഇരുന്നിങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും ആ ചർച്ച ചെയ്യുന്നതിന് പോലും മനസ്സിലാവില്ല ഇത് എന്തിനാണ് ഇവൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ തരുന്നതെന്ന്. ഗൈസ്, പേഴ്സണൽ ലൈഫുകളല്ലാത്ത, ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഒന്നും അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്, റിയാക്ട് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുക. ഒരുപാട് ന്യൂസുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുക. ഒരുപാടുണ്ട്. അതൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ചറപറ അങ്ങോട്ട് ചെയ്തോന്നേ, കുഴപ്പമില്ല, അതൊക്കെ അവർക്ക് അർഹതപ്പെട്ടതാണ്. ഇത് ഒരു പാവം പയ്യൻ, അവനൊരു വ്ളോഗറാണ്, അവനെ കുറച്ച് ആളുകൾക്ക് അറിയാമെന്ന് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ട് കുറേ ആളുകൾ വന്നിരുന്നിട്ട് അങ്ങോട്ട് വലിച്ച് കീറുക. അവൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ ഗൈസ്. മനുഷ്യനാണ്, മടുക്കും, മറക്കും, മരിക്കും. പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിരുന്നിട്ട് ഓരോ ആളുകളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് കുണയ്ക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് കളയുക. നിങ്ങൾ കാണുമ്പോൾ അത് മറ്റുള്ള ആളുകളിലേക്കും റെക്കമെൻഡ് ആയി പോവും, അവരും അത് കാണും, ഒരുപാട് ആളുകൾ അറിയും. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.